ഈ ഫിഷ് ഒക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത്? അത് കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, കർണാടകയുണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്. ത്രൂ ഔട്ട് ഇന്ത്യ? ത്രൂ ഔട്ട് ഇന്ത്യ. എവിടെയൊക്കെ സീസണൽ ഫൂഡ്സ് കിട്ടുന്നത് അവിടെയൊക്കെ ഉണ്ട്. Okay. ഇപ്പോൾ ആസ് യു സെഡ് ലൈക്ക് യു ഹാവ് ഔട്ട്സൈഡ് എക്സ്പീരിയൻസ് ഓൾസോ, ഗുഡ് എക്സ്പോഷർ ഉണ്ട്. പക്ഷേ ഫോർ എ ബിസിനസ് ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു ബിക്കോസ് ഇന്റർനാഷണൽ മാർക്കറ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ബിസിനസ് ഒക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. സോ വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ അബൌട്ട് എക്സ്പോർട്ടിംഗ്? The international market is very far. We have a huge domestic market to look after, especially because seafood as a business is not an organized sector. So the idea is to get it into an organized sector, reduce the gap between the consumer and the retailer. You know, when everybody is looking for ways to get it faster. അത് ശരിയാക്കാനുള്ള ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. We are working on that. We have a model. We are working on the model. So soon you'll see set of branded stores coming up. അപ്പോൾ ആദ്യം വന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹം ബിസിനസ് എന്ന് പറഞ്ഞ് എപ്പോഴും ഫാമിലി വിട്ട് കളിക്കാറുണ്ടോ? എപ്പോഴും പുറത്തേക്കായിരിക്കും ബിസിനസ്. പരാതി ഉണ്ടായിട്ടുണ്ടായിരുന്നോ? പരാതി ബോറടിക്കുമ്പോ പരാതി ബോറടിക്കാം. അത് നമുക്ക് മറ്റുള്ളവരായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലല്ലോ. തീർച്ചയായിട്ടും ബോറടിക്കുമ്പോ പരാതിയുണ്ട്. പക്ഷെ ഇപ്പൊ ആ പരാതികളൊക്കെ മാറി. ഇപ്പൊ പരാതിയൊക്കെ മാറി. എങ്ങനെയാണ് മാഡത്തിന്റെ സപ്പോർട്ട്? ഈ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടോ? ബിസിനസ്സിൽ ഞാൻ കളക്ഷനൊക്കെ പൈസയൊക്കെ ഉണ്ട് കൊടുക്കും. പിന്നെ ശമ്പളക്കാരൊക്കെ ഉണ്ടാവാറുണ്ടാവും, അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കും. ഇപ്പൊ ഇല്ല, അധികം ആദ്യമൊക്കെ. ഇപ്പൊ അതിനായിട്ട് ആൾക്കാരൊക്കെ വെച്ച് ഒരു നല്ല സെറ്റപ്പിലായി. പണ്ട് അധികം ആളില്ലാത്ത സമയത്ത് മാഡത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ബിസിനസ്സിന് സപ്പോർട്ടൊന്നും ഉണ്ടായില്ല. ബിസിനസ്സിൽ എനിക്ക് സപ്പോർട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ വീട്ടില് she typically runs the house. വീട്ടിലുള്ള that's the big thing for homemaker, you know. ഞാൻ കണ്ടിട്ട് പോലുമില്ല. അതാ അദ്ദേഹം പറയും മീൻ മാർക്കറ്റ് എവിടെയാണെന്ന് കൂടി കണ്ടിട്ടില്ല. ആൻഡ് സർ പറയൂ, ലൈക്ക് അന്നേ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഒരു ജീവിതം നൽകുക എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഏത് രീതിയിലും ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു സിറ്റുവേഷൻ എത്തിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ആ വന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കഷ്ടപ്പാടല്ല ഇപ്പൊ ആൾക്കാർ വിടുന്നത്. ഞാൻ വന്ന കാലത്തിൽ വളരെയധികം കഷ്ടപ്പാടായിരുന്നു. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ എനിക്ക് അതെ, ഫിനാൻഷ്യലും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അധ്വാനം. രാവിലെ ഒരു 3 മണിക്ക് എഴുന്നേൽക്കുന്നത്. 3 മണിക്ക് എഴുന്നേറ്റ ഒരു 3:30 മണിക്ക് ഞാൻ മാർക്കറ്റിലെത്തും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ വർക്കണം. മീൻ വരുമ്പോൾ അതിൻ്റെ ഐറ്റംസും രാവിലെ 3:30ക്ക് മാർക്കറ്റിൽ ചെന്നാൽ അത് ജോലിക്കാരും ഉണ്ടാവും. അപ്പോൾ അവരുടെ കൂടെ നമ്മളും വർക്ക് ചെയ്യും. എല്ലാ ഐറ്റംസ് വേറെ വേറെ അത് വരുന്നു, ഫ്രഷാണോ അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ പറ്റാത്തതാണോ, അങ്ങനെ പല പ്രശ്നങ്ങളും അതിലുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി അതൊക്കെ വേറെ തിരിച്ച് അതൊക്കെ ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ഒരു 3:30 മണിക്ക് തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് വളരെ ചുരുക്കം. അല്ല, ഞാൻ അത് ഉച്ചയ്ക്ക് ഞാൻ ശരിക്കും ഒരു 2 അവർ ഉറങ്ങും. അച്ഛൻ ചീത്ത പറയാറുണ്ടോ? ഞാൻ അന്ന് കഷ്ടപ്പെട്ട മാതിരി അല്ല നീ ഇന്നിപ്പോ കഷ്ടപ്പെടുന്നത് എന്നുള്ള രീതിയിൽ ചീത്ത പറയാറുണ്ട്? ഞാൻ അങ്ങനെ അവരെ ഫോഴ്സ് ചെയ്യാറില്ല. ഒന്നും ഒരു കാര്യം പറഞ്ഞ് ഇന്നത് ചെയ്യണം, അവരെ പോലെ നീ ആവണം, അതൊന്നും ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. So you have left him on its own way. അവരുടെ ഫ്രീഡം. We have, each of us have our own strengths, so it is how you can leverage it to increase. That's correct. You have to utilize your maximum strength what you have. And then like ipo ee fish എന്ന് പറയുന്നതിൽ you have lots and lots of things in that. It's a big ocean actually. Even into the food industry it's a big ocean. But normally എന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റ്, as you said, people are റണ്ണിങ് ബിഹൈൻഡ് തിങ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒന്നും സമയമില്ല. അപ്പോൾ നമുക്ക് അവരുടെ കയ്യിൽ എത്തിച്ചേർത്തുക എന്നുള്ളത് തന്നെ ഒരു വലിയ സക്സസ് ആണ്. അപ്പോൾ അതിനേക്കാട്ടിലും ഉപരി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷിനെ കുറിച്ചുള്ള നോളജ്, that is also very important. You know certain fishes have omega-3 fatty acids. അതിൻ്റെ ഇമ്പോർട്ടൻസ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനത്തെ വല്ല എന്തെങ്കിലും ലൈക്ക് ഒരു ഗ്രൂമിങ് സെഷനായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? It is difficult to in general educate people about anything in the present world because time itself is a big factor. That's good. So our advertising will have to reflect that. A lot of advertising we are planning reflects the kind of like the omega-3 fatty acids, how you can reduce it, the protein content in seafood. We are looking at educating people through our ads or any other advertising material which
the new company will bring out. There are two types of business actually. One is focusing on totally on the low cost, where they can sell the good products in low cost, whereas the other product is high cost with the maximum quality, best quality. So which is your part? Quality cannot be compromised in any food business. And അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടെന്ന് അപ്പോഴാണ് എനിക്കൊരു കാര്യം ഇപ്പോൾ ലേറ്റസ്റ്റ് പാസ്റ്റ് നമുക്ക് റിസഷൻ ഉണ്ടായി. റിസഷൻ ഉണ്ടായ സമയത്ത് നോർമലി ഈ സീ ഫുഡിലും അത് കുറച്ച് ഒരു സർട്ടൻ പെർസെൻറ്റേജ് വന്നിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എക്സ്പോർട്ടിങ് തിങ്സ് ഹാസ് ഗോട്ട് ഡൗൺ ടോട്ടലി പുറത്തുനിന്ന് വരുന്നതും കുറവാൻ തുടങ്ങി. പിന്നെ കൺസ്യൂമർ മാർക്കറ്റിൽ തന്നെ കൺസ്യൂമർ വോള്യൂമും വന്നിട്ട് കുറവാൻ തുടങ്ങി. സോ ആ സമയത്ത് നിങ്ങളുടെ ബിസിനസ് എങ്ങനെയായിരുന്നു? അതെ, അത് ആ സമയത്ത് ബിസിനസ്സിൽ സ്വല്പം കുറച്ച് ലോസ്, അതെല്ലാം ഈ ഓരോ സീസൻ്റെതനുസരിച്ച് നമ്മൾ കവർ ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനിത് തുടങ്ങുന്ന കാലത്ത് ഷിയർ ഫിഷ്, നമ്മുടെ നാട്ടിൽ ഐക്കോര, നെമ്മീൻ എന്നെല്ലാം പറയും, ആ മീനെല്ലാം ഞാൻ തുടങ്ങുന്ന കാലത്ത് 8 രൂപ ഒരു കിലോന്. ഇന്നത് 400 രൂപ, 450 രൂപ, അത്ര കോസ്റ്റ്ലി ആയിരുന്നു. ആ അതെ അതെ. അപ്പോൾ അതിൻ്റെ ഇത് ചെയ്യാൻ പറ്റില്ല. അതെ, അന്നെല്ലാം ഒരു മീൻ അങ്ങനെ തന്നെ തൂക്കി കൊടുത്താൽ എല്ലാവരും കൊണ്ടുപോകും. ഇന്നത് 1 കിലോ വാങ്ങിക്കാൻ ആൾക്കാരെ കൊണ്ട് പറ്റുന്നില്ല, അത്ര ഓവറായിട്ടുണ്ട് വില. And certain natural calamities also, like tsunami, and after tsunami totally വന്നിട്ട് ഈ സീ ഫുഡ് സീ ഇൻഡസ്ട്രി വന്ന് ടോട്ടലി കുറച്ച് ഡൗൺ ആയി എന്ന് തന്നെ പറയാം. because the cost has gone high, as he said, because it's not just the cost, it was also the education of the people. People said that there were carcasses in the sea and fish ate those carcasses, so you're not supposed to eat. അങ്ങനെയൊക്കെ കുറെ ഉണ്ടായിരുന്നു. മാഡം പറയും, ഇപ്പോൾ രണ്ടുപേരും മീൻ ഫിഷ് ഇൻഡസ്ട്രിയിലാണ്. ഇപ്പോൾ ടോട്ടലി വീട്ടിൽ ദിവസം ഫിഷ് ഉണ്ടാക്കാറുണ്ടോ? മിക്കവാറും എല്ലാ ദിവസം ഉണ്ടാവാറില്ല, 2-3 ദിവസം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ദിവസം കൊണ്ടുവരുമോ അവിടെ നിന്ന് ഫിഷ്? കൊണ്ടുവരും. അപ്പോൾ ഇവിടെ വരുന്ന ഗസ്റ്റിനൊക്കെ എപ്പോഴും ഫിഷ് ഉണ്ടാവും, ഓൾവേസ് 7 days a week. Daddy cannot have a meal without fish. അത് യൂസ് ടു ആയി ചെറുപ്പം മുതലേ. ദാറ്റ്സ് ദ മെയിൻ തിങ്. ഇപ്പോൾ ഈ ഫിഷ് ഇൻഡസ്ട്രി അല്ലാതെ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടോ? ഈ ലാൻഡ്, റിയൽ എസ്റ്റേറ്റ് കുറച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഇപ്പൊ പെർ സെന്റിന് അല്ല, ഇവിടെ പെർ സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ ഈ മെയിൻ ഏരിയയിലൊക്കെ പെർ സ്ക്വയർ ഫീറ്റിന് എത്രയാണ് ഇവിടെ? ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഈ ഏരിയയിൽ 5000 രൂപയുണ്ട് പെർ സ്ക്വയർ ഫീറ്റ്. But then you have very less space inside Bangalore, I think so, because Bangalore is growing vertically. That's right. അങ്ങനെ വെച്ചാ വൈഡ് സ്പ്രെഡ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ. I don't see any vacant space inside the city. Bangalore used to be a really small space. It's now expanded to be a really big city. That's what. ഇവിടുത്തെ ഗ്രോത്ത് എന്താ പറയാ, നമുക്ക് കൗണ്ടബിൾ അല്ല, അത്രയും വലിയൊരു ഗ്രോത്ത് ആണ്. പിന്നെ ഇന്ന് നമ്മൾ പ്ലെയിൻ ആയിട്ട് കാണുന്ന ഒരാഴ്ച കഴിഞ്ഞാൽ എല്ലാം ബിൽഡിംഗ് ആയിരിക്കും. കൺസ്ട്രക്ഷൻ വളരെ ഫാസ്റ്റ്. ഒരു ദുബായിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ടു ദുബായ്, ബോംബെ, അത് കഴിഞ്ഞാൽ ബാംഗ്ലൂർ എന്ന് തന്നെ പറയാം. കർണാടകയിലെ ബാംഗ്ലൂരിന്റെ അത്ര ഏഷ്യയിലെ ഫാസ്റ്റസ്റ്റ് സിറ്റി എന്ന് പറയുന്നത്, fastest growing city. That's all because of IT industry here. Absolutely.